ഗ്രാമവിശുദ്ധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ ഗ്രാമം. ഹരിതാഭയാർ നിലച്ചാർത്തുകൾ, വെള്ളിക്കൊലച്ചിട്ട് കുടുങ്ങിയൊഴുകുന്ന പുഴകൾ, കൊയ്ത്തൊഴിഞ്ഞ വയലുകൾ, പ്രകൃതിയും മനുഷ്യനും ഒന്നായി ചേരുന്ന കവിഭാവനയിലെ ഗ്രാമസൗന്ദര്യം. അതാണ് ഊഞ്ഞാലാടി എന്ന ഈ ഗ്രാമം. സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തിയുള്ള പച്ചയായ മനുഷ്യൻ ഇതുപോലെ താളം തെറ്റിക്കിടക്കുകയാണ് ഈ ഗ്രാമത്തിന്റെ അവസ്ഥ. മേൽക്കൂരയില്ലാത്ത ഗ്രന്ഥശാല, ജനലുകളും വാതിലുകളും ഇല്ലാത്ത സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങളും, ഈ വീടുകൾ തന്നെ പണിതീരാത്ത വീടുകൾ. ഗ്രാമത്തിന്റെ ഈ ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണം ഗോപാലൻ എന്ന കള്ളനാണ്. ഇതെല്ലാം അവന്റെ ചെയ്തികളാണ്. മോഷണത്തിൽ അവന് പ്രിയം കട്ടുതകളാണ്. അതുകൊണ്ട് നാട്ടുകാർ അവനെ കട്ടള ഗോപാലൻ എന്ന് വിളിക്കും. അതുപോലെ ഇരിക്കണം. നിനക്ക് ഇത്രയും വെയിറ്റാണ്. ഇങ്ങനെ പോയ 2 ദിവസം പിടിക്കും. എന്റെ പൊന്നു ദിവാകരേട്ട ഒന്ന് ചവിട്ടി വിട്. അടങ്ങിയിരുന്നോളും. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി താഴെ ഇടും. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, അല്ല നിയമസഭയല്ല. 100 പരാതി ഒരുമിച്ച് പറഞ്ഞേ കേൾക്കാൻ എനിക്ക് ഈ 2 ചെവി മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കള്ളനായി ഈ കട്ടള ഗോപാലിനെ ഞങ്ങളോ നിങ്ങളോ കണ്ടിട്ടില്ല. അറസ്റ്റ് ചെയ്യാനായിട്ട് അവന്റെ ഒരു രേഖാചിത്രമോ ഫോട്ടോയോ പോലും ഇല്ല. ആകെയുള്ള തെളിവെന്ന് പറയാൻ മോഷണ സ്ഥലത്ത് അവൻ എഴുതി വെച്ചിട്ട് പോകുന്ന ഒരു തുണ്ട് കടലാസ് കഷ്ണം മാത്രമാ. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ, ഞാനിത് എടുത്തോട്ടെ. ഗോപാലൻ, പശു മോഷണം പോയ സ്ഥലത്ത് കിട്ടിയ തുണ്ട നന്ദിനിയെ ഞാൻ വിളിച്ചു, അവൾ വന്നു. ഞങ്ങളെ അന്വേഷിക്കരുത്. ഗോപാലൻ, അവൻ അങ്ങനെ എഴുതി വെച്ച് പോയാൽ നിങ്ങൾ അന്വേഷിക്കില്ലേ? അന്വേഷിച്ചല്ലോ. അവനെ അന്വേഷിച്ചു പോയപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയിരുന്ന 20 മുതൽ 15 ലിറ്റർ സ്പിരിറ്റ് അവൻ ഇവിടുന്ന് കോട്ടിച്ചോണ്ട് പോയത്. സ്പിരിറ്റ് മാത്രമല്ല, ഇവിടുത്തെ പോലീസ് ജീപ്പിന്റെ ടയർ വരെ അവൻ ഊരിക്കൊണ്ടുപോയി. അത്യാവശ്യത്തിന് ആർക്കോ കൊടുക്കാനെന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് വണ്ടി ഇപ്പൊ കട്ടപ്പുറത്താ. കണ്ടോ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് കിടക്കുന്നത്. ആ കംപ്ലൈന്റ് ഞങ്ങൾ ആരോട് പറയും? ഇതൊക്കെ നിങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന എന്റെ വീടിന്റെ പ്രശ്നമാണ്. എന്റെ വീടിന്റെ പണിക്കുള്ള നല്ല 1ാം തരം തേക്കിന്റെ കട്ടളയെ അവൻ കൊണ്ടുപോയത്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ കട്ടള വയ്ക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വയ്ക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വയ്ക്കും, അവൻ കൊണ്ടുപോകും. എല്ലാത്തിനും തനിക്ക് വെക്കാതിരുന്നൂടെ? എന്ന് പറയാം. നിങ്ങൾക്കെന്ന് പറയാം. എന്റെ ഭാര്യ ലതികുമാരി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യം അറിയാവോ? ഗൾഫിൽ കിടന്നോ? ബുദ്ധിമുട്ടിയ കാശുണ്ടാക്കുന്ന സത്യം കഷ്ടപ്പെട്ട അധ്വാനിച്ച്. അതെ, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇനി പോലീസ് ഗോപാലിനെ പിടിക്കാതെ ഞാൻ എന്റെ വീട്ടിലെ കട്ടളാക്കുന്ന പ്രശ്നമില്ല. ഇതെന്താ ഒരു കഷ്ടമൊക്കെ വെച്ചിരിക്കുന്നത്? അയ്യേ, മനോഹരമായ സൈക്കിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ, ഇനിയിപ്പൊ ഞാൻ എന്റെ ഭാര്യയോടൊക്കെ പറയും. നമ്മുടെ സൈക്കിളല്ല, ഇക്കണക്കിന് മൂത്രമൊഴിച്ച തുണി മാറ്റി നോക്കുമ്പോഴേ ഞാനിത് മുറിച്ച് വിറ്റു എന്ന കുറിപ്പ് കാണുമെന്ന എന്റെ പേര്. അല്ല പ്രസിഡന്റ്, ഇവനെങ്ങനെ വിട്ടപ്പോ? പിന്നെ കള്ളനെ കണ്ട പോകുന്നൊരു കോഴിയുണ്ട്, അതിനെ കൊണ്ടുവന്നാലോ? കിഴക്കേതിന്റെ സരസമ്മയുടെ കോഴിയായിരിക്കും. ഒരു പട്ടാളക്കാരൻ നിലയ്ക്ക് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഞാനിവിടെ ലീവിന് വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ഈ അക്രമം അനുവദിക്കരുത്. ഈ കട്ടള ഗോപാലൻ എന്നൊക്കെ പറയുന്നവനെ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ട് വെടിവെച്ചു കൊല്ലണം. സുഗുണൻ പറഞ്ഞതിന് കാര്യമുണ്ട്. പോലീസ് നിഷ്ക്രിയരായ ഈ അവസ്ഥയിൽ ഇവിടെ പട്ടാളം തന്നെ ഇറങ്ങണം. സുഗുണൻ ഉടനെ കമ്പനിയടിച്ച് നാളെ തന്നെ പട്ടാളത്തോട് വരാൻ പറയും. അവർക്ക് താമസിക്കാൻ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് റെഡിയാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അവരുടെ രുചിയൊക്കെ സുഗുണൻ തന്നെ അറിയൂ. അതുകൊണ്ട് ഭക്ഷണം സുഗുണന്റെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. പിന്നെ പുഴ വഴി ഒരു ശ്രദ്ധ വേണം. അതിന് ദേവിക്കാരും വന്നോട്ടെ. എന്തേ ആയിക്കോട്ടെ. അപ്പൊ മൊത്തം എത്ര പേരുണ്ടാകും സൂടാ? അങ്ങനെ പെട്ടെന്ന് വിളിച്ചാലൊന്നും പട്ടാളക്കാർ വരില്ല. ഇതൊക്കെ ഗവൺമെന്റ് കാര്യങ്ങളല്ലേ. ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പഞ്ചായത്തിൽ നിന്നും ഞാനൊരു കത്തമാലോ അയ്യ, എന്നെ
മാത്രം മതി. ഈ ഗോപാലനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന? അവൻ കത്തും കുറിപ്പ് വെക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ കുറിച്ചാണ്. നമ്മുടെ വടക്കേലത്തെ ശ്രീധരക്കും വള്ളക്കാരൻ രാമന് നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. ബൈക്കിൽ ഒരു ഹെൽമെറ്റും വെച്ച് പിന്നൊരു പോലെ. ആ ക്ലൂ മതി. അപ്പൊ നമ്മൾ ആദ്യം ഒഴിക്കേണ്ടത് അവനെ പിടിക്കാൻ ഒരു കെണി, ഒരു ട്രാപ്പ്. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ നീങ്ങണം, പട്ടാളം മുളയും. അതിന് ദിവാകരേട്ടൻ ഞങ്ങളെ സഹായിക്കണം. എങ്ങനെ? ദിവാകരേട്ടൻ ഇനിയും കെട്ടള വെക്കണം. ഞാൻ കത്താനും വെക്കൂല അവനെ പിടിക്കാൻ. അവനെ പിടിക്കാനാ കട്ടള വെക്കാൻ ഞങ്ങൾ നാട്ടുകാരൻ ദിവാകരേട്ടനെ സഹായിക്കും. ആരും കൊതിക്കും, ഒന്ന് തൊടാൻ ആഗ്രഹിക്കും. നിലമ്പൂരിലെ കുപ്പിൽ നിന്നും 6 ആളുകൾ ചേർന്ന് കെട്ടിവലിച്ചു കൊണ്ടുവന്ന തേക്കിൻ മരത്തിൽ നിന്നും 15 മുത്തശ്ശാലിമാർ ചേർന്ന് കളഞ്ഞെടുത്ത 7 അടി നീളവും 4 അടി വീതിയും 8 അങ്കുലം കനമുള്ള ദിവാകരന്റെ കഥ ഇന്ന് പൊങ്ങുകയാണ്. ഈ അനൗൺസ്മെന്റിന് പിന്നിൽ യാതൊരുവിധ നിർദ്ദേശവുമില്ലെന്ന് ഇതിനാൽ അറിയിച്ചു. ഈശ്വര, ഈ കയ്യിലെങ്കിലും ആ ഗോപാലൻ വീണേ. ഒരു മുട്ട നെല്ലി ഇവനെ പൊയലുമൊക്കെ കൊല്ലാവുണ്ടാവാ. എന്നാ പിന്നെ ഇവിടെ തടച്ചു വന്നൂടെ? അത് ശരിയാവില്ല. ഇവനെ എന്റെ കുറെ നാളായിട്ട് വെള്ളം കുടിപ്പിച്ചതാ. ഇവനും വെള്ളം കുടിച്ച് തന്നെ ചാവണം. ആഹാ, ഇപ്പോഴീ കണ്ടതൊരു നിമിത്തമാണ്. മുക്രിയുടെ ഗണിയിൽ വീണ്ട നെല്ലിയാണെങ്കിൽ നമ്മുടെ ഗണിയിൽ വീഴേണ്ടത് ഒരു പുലിയാണ്. കട്ടള പൊക്കാനവൻ വരും. എനിക്ക് തോന്നി നമ്മുടെ ചക്രവ്യൂഹത്തിൽ അവൻ പെടും. Come on, get ready. ലക്ഷ്യത്തിലേക്കുള്ള എന്റെ പ്രയാണം എത്ര ദുഷ്കരമാണ്. ഗോപാലത്തിന് കരച്ചിട്ടാണോ? ആയിരിക്കാൻ സാധ്യത. പട്ടാളക്കാരന്റെ അടിക്കുട്ടി പുള്ളിയിൽ പുതിച്ചേരുന്നു. പറ്റും വന്ന് പുള്ളിച്ചേരിക്കുന്നു.